1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പൗലോസ് മനോഹരമായ ഒരു വചനമാണ്. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. ഡു നോട്ട് ബി ഡിസീവ്ഡ്. ഈ ഡിസീവ്ഡ് എന്നുള്ള പദം, വഞ്ചിക്കപ്പെടരുതെന്ന് പറയുമ്പോൾ വഞ്ചിക്കപ്പെടുന്നവർക്ക് പോലും അറിയത്തില്ല അവർ വഞ്ചനയില്ല. അതിൻ്റെ പേരാ വഞ്ചന. ഡു നോട്ട് ബി ഡിസീവ്ഡ്. ഈവിൾ കമ്പനി കറപ്റ്റ്സ് ഗുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ചുറ്റും നിൽക്കുന്ന നമ്മുടെ കൂട്ടുകെട്ടുകളാണ് നമ്മുടെ സ്വഭാവത്തെ പോലും തകർത്ത് കളയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അതിൻ്റെ 31-ാമത്തെ വാക്യം പറയുന്നത്, സഹോദരന്മാരെ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവെങ്കിൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നടക്കുമ്പോൾ വേണ്ടാത്തതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ കൂട്ടുകെട്ടുകൾ പല സ്ഥലത്തും ഞാൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ അതിൻ്റെ 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ വാക്കുകൾ നിങ്ങൾക്ക് ഇടുക്കം കൊണ്ടുന്നില്ല, നിങ്ങളുടെ കൂട്ടുകെട്ടുകളാണ് നിങ്ങൾക്ക് ഈ ഇടുക്കം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ചുറ്റും നിൽക്കുന്നവരാരാ? എൻ്റെ ദർശനത്തിന് അവർ പ്രോത്സാഹിപ്പിക്കുന്നവരാണോ? എൻ്റെ ചുറ്റും നിൽക്കുന്നവർ ഞാൻ പറയുന്നതിന് ചുറ്റും നിന്ന് യെസ് എന്ന് പറയുന്നവരാണോ? അങ്ങനെയുള്ളവർ, വിശ്വാസം പറയുന്നവരുടെ കൂട്ടത്തിൽ വേണം നടക്കാൻ. പരാജയം പറയുന്നവനല്ല. രോഗസൗഖ്യം നടക്കുന്നില്ല, അത് നടക്കത്തില്ല, ഇതൊക്കെ ചുമ്മാ കളിപ്പീര, അങ്ങനെ പറയുന്നവരുടെ അടുത്ത് പോലും നിൽക്കരുത്. നിങ്ങളുടെ ദർശനത്തെ അത് കറപ്റ്റ് ചെയ്ത് കളയും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ദിനംതോറും ചാകുന്നു എന്ന് പറഞ്ഞാൽ എന്നാ? ഇതൊക്കെ നടക്കുമ്പോൾ ഐ എം ഡെഡ് ടു ദ വേൾഡ്. ഞാൻ ലോകത്തോട് അനുരൂപനാകത്തില്ലെന്ന് തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് താഴെ താൻ പറഞ്ഞു വരുമ്പോൾ ഏതിനകത്ത് നിന്നാണ് ചാകുന്നത്? ചില മനുഷ്യർ, ഇഫ് ദ മാനർ ഓഫ് മെൻ ഐ ഹാവ് ഫോട്ട് ലൈക്ക് എ ബീസ്റ്റ് അറ്റ് എഫീഷ്യസ്. വായിച്ചേ. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗങ്ങളോട് യുദ്ധം ചെയ്യുന്ന പോലെ മനുഷ്യരോട് യുദ്ധം ചെയ്തു. എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. അങ്ങനെ ദർശനക്കാരുടെ കൂടെ നടക്കരുത്. തിന്നുക, കുടിക്കുക, അത് അവസാനിപ്പിക്കുക. എങ്ങനെയും ഒക്കെ ഏതെങ്കിലും കലങ്കിലിരുന്ന് കുറച്ച് നാളെ വർത്താനം പറഞ്ഞ് കുറച്ച് നുണയും പറഞ്ഞ് അവരുടെ കൂടെ അല്ല നിൽക്കേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ തൊട്ട് താഴെ പറഞ്ഞിരിക്കുന്ന ഈവിൾ, ഇത് അതിൻ്റെ 33 വായിക്കുന്നത്, വഞ്ചിക്കപ്പെടരുത്. ഇങ്ങനെയുള്ള പാർട്ടികളുടെ കൂടെ നടക്കരുത്. അതുകൊണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ 2 കൊരിന്ത്യർ 6-ൽ പറയാ, നിങ്ങളുടെ ഹൃദയം ഇടുങ്ങിയത് എങ്ങനെയാണ്? ഞങ്ങളുടെ വാക്കുകളാൽ അല്ല ഇടുങ്ങിയത്, നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ കാരണമായി ഇടുങ്ങിയത്. യേശുവിനെ നോക്കിക്കേ. യേശു ഒരിക്കൽ ഐറിയോസിൻ്റെ ഭവനത്തിൽ പോകുക. ഐറിയോസിൻ്റെ ഭവനത്തിൽ ഒരു മരിച്ച കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാൻ പോകുക. അവിടെ ചെന്നപ്പോൾ ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 51 മുതൽ 54 വരെ വായിക്കപ്പെടുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. വായിച്ചു. 8-ന്റെ 51 മുതൽ 54 വരെ. വീട്ടിലെത്തിയാറെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും മാത്രം. അതിന്റെ തൊട്ട് മുകളിൽ കൂടെ ഒന്ന് വായിച്ചു, 50 കൂടെ വായിച്ചു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യം എന്താ? കുഞ്ഞ് മരിച്ചു, ഇനി അസഹ്യപ്പെടുത്തണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്ക മാത്രം. യേശു അതിനെ പരിഗണിക്കാതെ പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നിട്ടാണ് 51-ൽ പറയാണ്, പത്രോസിനെയും എല്ലാവരെയും 12 പേരെ കൊണ്ടുപോയില്ല, പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും മാത്രം താൻ കൂട്ടി. തൻ്റെ കൂടെ ആമീൻ പറയാവുന്നവർ, തൻ്റെ കൂടെ വിശ്വാസം പറയുന്നവർ. വായിച്ചു താഴോട്ട്, ഇനി താഴോട്ട് വായിച്ചു. പത്രോസിനെയും യോഹന്നാനെയും യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയും അല്ലാതെ ആരെയും അവൻ തന്റെ കൂട്ടത്തിൽ കൂടെ വരാൻ സമ്മതിച്ചില്ല. ഞാൻ ഇന്ന് വീണ്ടും ആവർത്തിച്ചു പറയാം, നമുക്ക് ഭയങ്കര കൂട്ടായിരിക്കും, നമ്മുടെ കസിൻ ആയിരിക്കും, നമ്മുടെ ഇതായിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഒരു കുഞ്ഞിന് 4-ാം സ്റ്റേജ് ക്യാൻസർ ആയിട്ട് അമൃത ഹോസ്പിറ്റലിൽ കിടക്കുക. ഞാൻ കാണാൻ പോയി, പ്രാർത്ഥിക്കാനാ ചെന്നേ. ഞാൻ ആ മുറിക്കകത്ത് കയറി ചെന്നപ്പോൾ ആ മോൾ എന്നോട് പറയാം, എന്നോട് നിങ്ങളെ വിശേഷം? പ്രാർത്ഥിക്കുന്നു വേണ്ട, എൻ്റെ അകത്തിരിക്കുന്ന യേശു എന്നെ സൗഖ്യമാക്കി കഴിഞ്ഞിരിക്കുക. അവൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിരിക്കുക സൗഖ്യം. ആ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും എന്നോട് പറയാ, ഇവള് ഞങ്ങളുടെ മുറിക്കകത്ത് ചിലരൊക്കെ വന്നിട്ട്, അയ്യോ മോളെ, അവൾ ഉടനെ വരുന്നത് ഇറങ്ങിപ്പോയിക്കുക, എനിക്ക് ഒരു കുഴപ്പമില്ല. ഷീ ഡിഡ് നോട്ട് അലൗ. ചിലതിനെ വേണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, അവർക്ക് എന്നാ തോന്നുന്ന, നിങ്ങളുടെ ദർശനത്തിലേക്ക് മുന്നോട്ട് കുതിക്കുമ്പോൾ
എന്നാലും ഇത്ര ദിവസമായല്ലോ പറയാൻ തുടങ്ങിയിട്ട് ഇതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹിപ്പിക്കുന്നത് പിശാച. നിങ്ങളുടെ ദർശനത്തിലേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. അവിടെ എവിടെ നിരാശ വരുമോ അവിടെ ചാടി പറയണം, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്കിത് സാധിക്കും. പ്രിയമുള്ളവരെ, യേശു ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞാൽ ഒരു മതം സ്ഥാപിക്കാനല്ല, വാഴ്ചയുടെ ജീവിതം മടക്കി തരാനാണ്. കൃപയും നീതിദാനവും ലഭിച്ചവർ, കൃപ, ദൈവശക്തി, നീതി, ദൈവസന്നിധിയിലുള്ള പ്രാഗൽഭ്യം തന്നവർ ജീവിതത്തിൽ എത്ര വാഴും. ദൈവാരൂപനായി സൃഷ്ടിച്ചിരിക്കുക. അതിൻ്റെ പ്രിൻസിപ്പിൾസ് മുഴുവൻ ഇവിടെ എഴുതി വെച്ചിരിക്കുക. യേശു എന്ത് ചെയ്തു? പത്രോസിനെയും യോഹന്നാനെ അപ്പനെ അമ്മയെ അല്ലാതെ വേറെ എല്ലാത്തിനെയും വെളിയിലിറക്കി. വായിച്ചു. എല്ലാവരും അവളെ ചൊല്ലി കരയുകയും. കരയുന്നവരെ വെളിയിൽ, ഇന്ന് ഞാൻ പറയാം, കരയുന്നവരെ ചാടിക്കണം, വിശ്വാസം പറയുന്നവരെ കൂട്ടത്തിൽ നിർത്തണം. അയ്യോ എല്ലാം പോയേ എന്ന് പറയുന്നവരെ അടുപ്പിക്കരുത്. വിശ്വാസം അയ്യോ എല്ലാം പോയി, ഇനി പരാജയപ്പെട്ടു, ഇനി നടക്കത്തില്ല, നെഗറ്റീവ്, വേണ്ടാത്ത, അത് തീർന്നു പോയി എന്ന് പറയുന്നവനെ എല്ലാം നിർത്തേണ്ടിയേ. പുനരുദ്ധാന ശക്തി അകത്തുള്ളത് കൊണ്ട് തീരത്തില്ല, ഞാൻ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും, നീ വലിയ കാര്യം ചെയ്യും എന്ന് പറയുന്നവരെ വേണം കൂട്ടത്തിൽ നിർത്താൻ. അല്ലാത്തെങ്കിൽ അവിടെ നിന്ന് മാറിക്കോണം. വിശ്വാസത്തിൽ പോഷണം തരുന്നവരെ കൂട്ടത്തിൽ നടത്തണം. യേശു ചെയ്ത കാര്യം എന്താ? വായിച്ചു അനി പെട്ടെന്ന്. കരയണ്ട, അവൾ മരിച്ചില്ല, കരയണ്ട, ഉറങ്ങുക. അവൾ മരിച്ചെന്ന് പറഞ്ഞിരിക്കുക. യേശു പറയാനോ മരിച്ചിട്ടില്ല, ഉറങ്ങുക. അവൾ മരിച്ചുപോയി എന്ന് അറിയുകൊണ്ട് അവനെ പരിഹസിച്ചു. യേശുവിനെ പരിഹസിച്ചു. വിശ്വാസം പറയുന്നവനെ പരിഹാസമുണ്ട്. വിശ്വാസം പറയുന്നവനെ പരിഹസിക്കും. നീ കുറെ നാളായാലോ പറയാൻ തുടങ്ങിയിട്ട്. എന്നാൽ ഇന്ന് ഞാൻ പറയാം, പരിഹാസം ആരുടേതാന്ന് പറയാം. പരിഹാസം ദുഷ്ടൻ്റെതാ. പരിഹാസം നീ വലിയ ദർശനമൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യേ? അങ്ങനെ പറയുന്നവരോട് പറയണം, ഞാൻ എത്തിക്കൊണ്ടിരിക്കുക. അവിടെ ദർശനത്തിന് കാലാവധിയുണ്ട്. ഞാൻ IAS കാരനാകും, ഞാൻ ആയിരിക്കുന്ന ഈ ജില്ലയുടെ കളക്ടറായിട്ട് ഞാൻ ഇവിടെ വരും, ഞാൻ ഡോക്ടറാകും, ലോകത്തിൽ ഇതുവരെയും കണ്ടുപിടിച്ചാത്ത കണ്ടുപിടുത്തങ്ങൾ എന്നിലൂടെ ദൈവം ചെയ്യും. ദർശനത്തെ നിരുത്സാഹിപ്പിക്കുന്നവരെ അപ്പോൾ തന്നെ ശാസിച്ചോണം, ഇറങ്ങിപ്പോകാൻ പറയണം വെളിയിൽ. യേശു എന്താ ചെയ്തു? വായിച്ചു. എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു. യേശു അവളുടെ കൈക്ക് പിടിച്ച്, ബാലേ എഴുന്നേൽക്ക എന്ന് അവളോട്. യേശു അതൊന്നും കൂട്ടാക്കിയില്ല. പ്രിയമുള്ളവരെ, ദർശനമുണ്ടോ? നമ്പർ 1 എഴുതിയിടണം. നമ്പർ 2 കൂട്ടത്തിൽ വിശ്വാസം പറയുന്നവരെ നടത്തണം. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, തീർക്കുക, അങ്ങനെ ദർശനമില്ലാത്തവൻ്റെ കൂട്ടത്തിൽ നടക്കരുതെന്ന് പറയുമ്പോൾ അവർ നമ്മുടെ കൂട്ടത്തിൽ ഈ സൈസ് എല്ലാം കാണും. അവരുടെ അഭിപ്രായം ഇങ്ങോട്ട് എടുക്കരുത്. നിങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം. കാര്യം എന്താ? ഓരോ പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ, ഓരോ പ്രാവശ്യം നിങ്ങളുടെ മുറിയിൽ കയറുമ്പോൾ, ഡൈനിങ് റൂമിൽ പോകുമ്പോൾ, എവിടെ പോയാലും ദർശനം എഴുതി വെച്ചിരിക്കുക. എഴുതി വെക്കണം, കാണണം. അതാണല്ലോ ദൈവവചനത്തിൽ ഓരോ വാക്കുകൾ നമ്മൾ കാണുമ്പോൾ. അബ്രഹാമാണല്ലോ വിശ്വാസത്തിൻ്റെ പിതാവ്. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ഇത് ദൈവവചനത്തിൽ വായിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 15 മുതൽ അത് മുഴുവനാണ്. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം റെഡിയാക്കി വെച്ചേക്കണം. ഇനി അബ്രഹാം എന്ന് പറയുന്നത് പ്രിൻസ് അബ്രാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം വന്ന അബ്രഹാമിൻ്റെ പേര് മാറ്റിയിട്ട് അബ്രഹാം എന്നാക്കി. അബ്രഹാം എന്ന് വെച്ചാൽ ഫാദർ ഓഫ് നേഷൻസ്. എന്നിട്ട് സാറയുടെ പേരും മാറ്റി. നൗ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങോട്ടും അങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നടക്കുക. 75-ാം വയസ്സിൽ സാറ അബ്രഹാം എന്ന് വിളിക്കുമ്പോൾ പിതാവ്, നേഷൻസിൻ്റെ, രാജ്യങ്ങളുടെ പിതാവ് എന്ന് പറയുമ്പം നാട്ടുകാർ കളിയാക്കി കാണും. 75-ാം വയസ്സ്, ഇനി ആ കുഞ്ഞുണ്ടാകാൻ പോകുന്നത് കളിയാക്കി കാണും. പക്ഷേ ദൈവം അവരുടെ പേര് മാറ്റി. ഇനി അവർ ഇങ്ങോട്ടും അങ്ങോട്ടും പറയുന്നത് ജാതികളുടെ പിതാവ് അബ്രഹാം. അതുകൊണ്ടും മതിയായില്ല. ദൈവം എന്ത് ചെയ്തു? അബ്രഹാമിനോട് പറഞ്ഞു, ഇതുപോലെ ഞാൻ നിന്റെ സന്തതിയാകും, ആകാശത്തെ നക്ഷത്രം പോലെയും മണൽത്തരി പോലെയും. പകൽ താൻ നടക്കുമ്പോൾ മണൽത്തരിയിലൂടെയാണ് നടക്കുമ്പോൾ ഓരോ ചോട് വെക്കുമ്പോൾ ഹീസ് ഫീലിംഗ് ദ വിഷൻ. തൻ്റെ കാലെ മണൽത്തരി അടുക്കുമ്പോൾ തനിക്കറിയാം ദൈവം പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ആകും എൻ്റെ സന്തതി. ആ സമയത്ത് സന്തതി ആയിട്ടില്ല. ഇങ്ങോട്ടും അങ്ങോട്ടും പറച്ചിൽ തുടങ്ങിയവർ. അബ്രഹാം സാറായിനെ സാറാ ആക്കി, അബ്രാമിനെ അബ്രഹാം എന്നാക്കി. അവരിങ്ങോട്ടും അങ്ങോട്ടും ദർശനം പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ദൈവം പറഞ്ഞ വാഗ്ദത്തം നിവർത്തിച്ചിട്ടില്ല. 1 വർഷമാണോ 2 വർഷമാണോ? 25 വർഷം
രാത്രി നക്ഷത്രങ്ങളെ കാണുമ്പോൾ ഓ ഇതുപോലെയാകും എൻ്റെ മക്കൾ. കാണുക പറയുക, കാണുക പറയുക, വിശ്വാസം ഹൃദയത്തിൽ വിശ്വസിച്ച് വായിക്കൊണ്ട് ഏറ്റുപറയണം. അതാണ് അവിടെ അബ്രഹാമിൻ്റെ കാര്യം പറയുമ്പോൾ റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയാം. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം പറയാണ്, താൻ ഇത് തൻ്റെ ശരീരത്തിൻ്റെ നിർജീവ അവസ്ഥ താൻ കൺസിഡർ ചെയ്തില്ല. വായിച്ചു, പെട്ടെന്ന് വായിക്കാം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും. അതാണ് ദർശനമുള്ളവൻ ഏത് തടസ്സത്തെയും അതിജീവിക്കും. ദർശനമുണ്ടോ ഏത് തടസ്സത്തെയും അതിജീവിക്കും. എങ്ങനെ നടപ്പിലാക്കും എന്നല്ല, നടപ്പിലാകും. എന്നെ ശക്തനാക്കുന്ന, നല്ലപോലെ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ പ്രായം പഠിക്കാനുള്ള പ്രായമാണ്. നന്നായി പഠിക്കണം, ഉന്നത സ്ഥാനം എത്തണം. അപ്പോൾ തന്നെ നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളിനകത്ത് നിങ്ങൾ ഒതുങ്ങിപ്പോകരുത്. നിങ്ങളുടെ അകത്തൊരു ക്രിയാത്മകമായ ശക്തി ദൈവം തന്നിട്ടുണ്ട്, ക്രിയേറ്റീവ് പവർ തന്നിട്ടുണ്ട്. പുസ്തകങ്ങൾ നിങ്ങളെ ഒതുക്കരുത്. അത് വായിക്കണം, പഠിക്കണം, 1-ാം റാങ്ക് ആകണം. പക്ഷേ പുതിയ സൃഷ്ടിയായിരിക്കുന്ന TNT യൗവനക്കാരോട് പറയാം, നിങ്ങളുടെ അകത്ത് പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ ദർശനം, ദൈവത്തിൻ്റെ മനസ്സ് തന്നിരിക്കുന്നത് കൊണ്ട് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. നിങ്ങൾ ഇതുവരെയും ചിന്തിച്ചിട്ടില്ലാത്ത നിലയിൽ ക്രിയേറ്ററാണ് നിങ്ങളുടെ അകത്ത് താമസിക്കുന്നത്. നോക്കിക്കേ, വായിച്ചേ, പെട്ടെന്ന് വായിക്കുക. താൻ വിശ്വസിച്ച ദൈവത്തിന് ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഇത് പറയുമ്പോൾ കുഞ്ഞു പോലും ഉണ്ടായിട്ടില്ല, ഒറ്റ കുഞ്ഞില്ല. എന്നാൽ താഴ്ത്തു വായിച്ചു, നിന്റെ സന്തതി ഇവണ്ണം ആകൂ എന്ന് ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവ്. തന്റെ ഒറിജിനൽ പേരെന്താ? പ്രിൻസ് അബ്രാം. പക്ഷെ ദൈവം അബ്രഹാം നാക്കി ബഹുജാതികളുടെ പിതാവ്. ഓ, സാറ വിളിക്കുകയാണ്, ബഹുജാതികളുടെ പിതാവേ. കുഞ്ഞുണ്ടോ? ഇല്ല. 1 വർഷമാണോ? ഇല്ല. 2 വർഷമാണോ? ഇല്ല. പക്ഷെ തൻ്റെ ഉള്ളിൽ ഒരു കാര്യം അറിയാം. എന്താ അറിയാവുന്നത്? വായിച്ചു. ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവിടെയാ വരുന്ന വിശ്വാസമോ കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. വീണ്ടും ആവർത്തിച്ച് പറയാം, കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇല്ലെന്നല്ല, അവിടെ ഞാൻ എത്തുക തന്നെ ചെയ്യും. എന്നോട് യേശു പറഞ്ഞിരിക്കുന്ന നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ സാധിക്കാമെന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ 15 പറഞ്ഞിരിക്കുക. എങ്ങനെ സാധിക്കും? എന്നിൽ വസിപ്പീൻ. അതാ പറഞ്ഞ ടൈം അലോൺ വിത്ത് ഗോഡ്. ദൈവസന്നിധിയിൽ ഇരിക്കണം. അവനെ കൂടാതെ എനിക്ക് നടക്കത്തില്ല. അവൻ എൻ്റെ കൂടെ ഉണ്ടോ, എന്നാൽ അസാധ്യമായതൊന്നുമില്ല. ആശയ്ക്ക് വിപരീതമായി ആശിച്ചു. ദൈവം വാക്ക് പറഞ്ഞിരിക്കുക, ജാതികളുടെ പിതാവാകും, നേഷൻസിൻ്റെ പിതാവാകും, ആകാശത്തിലെ നക്ഷത്രം പോലെയും മണൽത്തരി പോലെ നിന്റെ മക്കളായിത്തീരും. ഇപ്പം എങ്ങനെയുണ്ട് സ്ഥിതി? 100 വയസ്സായി. സാറയുടെ ഗർഭപാത്രം ഡെഡ് എന്നായി എഴുതിയിരിക്കുന്നത്, നിർജീവമായി. ശരീരം തൻ്റെ ജീർണിച്ചു. പക്ഷെ വചനം പറയാ, അത് താൻ പരിഗണിച്ചില്ല. ദർശനമുള്ളവൻ ഏത് ഒബ്സ്റ്റക്കിളിനെയും ഏത് തടസ്സത്തെയും മറികടക്കും വിശ്വാസത്താൽ. അവിടെ ആ വിശ്വാസത്തിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ദർശനം ദൈവം തന്നത്, വി ആർ ഗോയിങ് ടു ഡു ഇറ്റ്. പക്ഷെ ഓരോ ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ ദർശനമുള്ളവൻ, അല്ലാത്തവർ എന്നെ പറയും, ഓ ദൈവഹിതായിരിക്കും, വിട്ടേച്ചു പോയി. വിടരുത്. ഇന്ന് IAS ആകാനായിട്ട്, കളക്ടർ ആകാനായിട്ട്, IPS ഓഫീസർ ആകാനായിട്ട്, അല്ല ബിസിനസ്സിൽ ഞാനൊരു പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കാൻ പോവാം, അത് ലോകം മുഴുവൻ വ്യാപരിക്കും. അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നവർ 1 പരാജയപ്പെട്ടു, 2 പരാജയപ്പെട്ടു. വിടരുത്. നാട്ടുകാർ കളിയാക്കിയേക്കാം, പക്ഷെ നിങ്ങളുടെ സംസാരവും കാഴ്ചപ്പാടും മാറരുത്. അബ്രഹാമായി സാറായി ഇങ്ങോട്ടും അങ്ങോട്ടും വിളിക്കുക. രാത്രി നക്ഷത്രം കാണുന്നു, പകൽ മണൽ കാണുന്നു. ദൈവത്തിൻ്റെ വാക്ക് ഓർക്കുക. താഴോട്ട് വായിച്ചു. അവൻ ഏകദേശം 100 വയസ്സായി. തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും മനസ്സിനകത്തുണ്ട് ഇതെങ്ങനെയാണ്. പക്ഷേ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവം പറഞ്ഞ വാക്ക അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിക്കാനും ശക്തനാണ്. താൻ വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കാനും ശക്തനാ. സോ അവിടെ നോക്കിക്കേ, 25 വർഷം എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യൻസ്.
തനിക്ക് പിറ്റേ ദിവസം നടന്നില്ല, പക്ഷെ താൻ അത് ഹി വാസ് ഫോളോയിങ് ദ വിഷൻ, വിട്ടില്ല, പുറകെ നടന്നു. പൗലോസ് പറയുന്ന കാര്യം ഉണ്ട്, ഞാൻ ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ദൈവം എനിക്കൊരു സ്വർഗീയ ദർശനം തന്നിട്ടുണ്ട്. പൗലോസ് പറയാം, ഞാൻ ഒന്ന് ചെയ്യുന്നു, ഞാനാ ചെയ്യേണ്ടിയേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയും, ഞാൻ ഒരു കാര്യം ചെയ്യണം, ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് മുന്നോട്ട് ആഞ്ഞുകൊണ്ടിരിക്കുക. ഞാനാ ചെയ്യേണ്ടിയേ, ഞാൻ ആഞ്ഞുകൊണ്ടിരിക്കുക. പിൻപിലുള്ളതിനെ മറന്ന്, പിൻപിലുള്ള പരാജയങ്ങളെ മറക്കണം, മറ്റുള്ളവരോടുള്ള അസൂയ പിണക്കം മാറണം. കാരണം എന്താ? എൻ്റെ ചിന്ത അങ്ങോട്ടാക്കാൻ പിശാചിൻ്റെ തന്ത്രമാണ്. എനിക്കൊരു വലിയ ദർശനമാണ് തന്നിരിക്കുന്നത്. ആ വലിയ ദർശനത്തിലേക്കുവാൻ ചെറിയ കാര്യങ്ങളിലൊന്നും ഞാൻ കുടുങ്ങത്തില്ല. അതാണ് പടയ്ക്ക് ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളി ജീവിത കാര്യങ്ങളിൽ കുടുങ്ങത്തില്ല. കാര്യം എന്താ? എനിക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്, എനിക്കൊരു ദർശനമുണ്ട്. ആ ദർശനം എല്ലാം ഇപ്പോഴും ഞാൻ വീട്ടിൽ കയറി വരുമ്പോൾ മുറിക്കകത്തൊക്കെ എൻ്റെ ചുറ്റും എഴുതിയിരിക്കുക. എൻ്റെ ചുറ്റുമുള്ള കൂട്ടുകാർ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഞാൻ പഠിച്ച സ്കൂളിൽ ഞങ്ങൾ ചെറുപ്പം മുതലേ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഓർത്ത് നോക്കി, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം കോമ്പറ്റീഷൻ സക്സസ് എന്ന് പറഞ്ഞൊരു മാസികയുണ്ട്. ആ കോമ്പറ്റീഷൻ സക്സസ് ഉള്ള മാസിക അതത് മാസം ഞാൻ വാങ്ങിക്കും. അതിനകത്ത് എന്തൊക്കെയാണ്? IAS ടോപ്പർ സംസാരിക്കുന്നു, 7ാം ക്ലാസ്സുകാരൻ. 7ാം ക്ലാസ് ഞാനത് വായിച്ചില്ലെങ്കിൽ ഞാൻ തിരിച്ച് ക്ലാസ്സിൽ പോകുമ്പോൾ കൂട്ടുകാരെ കിട്ടത്തില്ല. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ സിനിമ അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയുടെ കാര്യമല്ല സംസാരിക്കുന്നത്. IAS ടോപ്പർ എങ്ങനെ IAS ടോപ്പറായി, IPS ഇത്തവണത്തെ IPS റാങ്ക് ഹോൾഡർ അതെങ്ങനെയായി, അവർ കഠിനാധ്വാനം ചെയ്തു, എത്ര മണിക്കൂർ പഠിച്ചു. ഞാനിരുന്ന് വീട്ടിൽ പാഠക പുസ്തകം കൂടാതെ ഇതെല്ലാം വായിക്കുക. എന്തിനാ? കൂട്ടുകാരെ വേണമെങ്കിൽ അത് വേണം. അത് ഞാൻ വളർന്നു വന്ന കൾച്ചർ. അല്ലാതെ ചെറിയ കാര്യങ്ങളൊന്നും കുടുങ്ങാൻ സ്കൂൾ സമ്മതിച്ചില്ല. മാത്രമല്ല എല്ലാം സ്കിൽസ്. ഞാൻ പഠിച്ചു വന്ന സ്കൂളിനകത്ത് കൃഷി മുതൽ ഞങ്ങൾക്ക് ഒരു സ്ക്വയർ മീറ്റർ ഭൂമി തരും, അതിനകത്ത് കൃഷി ചെയ്യണം. ഞങ്ങൾ റാഡിഷ് കൃഷി ചെയ്യുമായിരുന്നു. സ്റ്റിച്ചിങ്, ആർട്ട്, ക്രാഫ്റ്റ്, സ്കിൽ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. എന്തിനാ? ടു എംപവർ അസ് ഫോർ ദ വിഷൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവം കൂടെ എൻ്റെ കൂടെ നിൽപ്പുണ്ടെങ്കിലോ പ്രതികൂലമായി ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയാം, പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്ന് പറയല്ല, എന്നാൽ വിശ്വസിക്കുന്ന എന്നാൽ. അതാണല്ലോ ഒരു പിതാവ് യേശുവിൻ്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ പരാജയപ്പെട്ടപ്പോൾ ആ ചന്ദ്രരോഗിയായിരിക്കുന്ന മകൻ പരാജയപ്പെട്ടു സൗഖ്യമാക്കാൻ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു ആ അപ്പൻ ചോദിച്ചു, വല്ലതും നിനക്ക് ചെയ്യാൻ പറ്റുമോ? യേശു പറഞ്ഞു, വല്ലതും ചെയ്യാൻ പറ്റുമോന്നോ? ഞാൻ ദൈവം, എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ യേശു പറഞ്ഞൊരു വാക്ക്, വിശ്വസിക്കുന്നവനാൽ അസാധ്യമായത് ഒന്നുമില്ല. മനസ്സാക്ഷി യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു. എന്തിനു വേണ്ടി? സ്വർഗത്തിലെത്താനല്ല, ഈ ഭൂമിയിൽ ചിന്താഗതികളെ മാറ്റാനായിട്ട്. ചിന്താഗതിയിൽ നിരാശകൾ, എന്നെ കൊണ്ട് കഴിവില്ല, അതെല്ലാം മാറ്റുന്നതാ. ഇനി ശാപത്തിൻ്റെ കീഴിൽ കുറ്റം കണ്ടുപിടിക്കാതെ ദർശനത്തിൽ പായുവാൻ, മുന്നേറുവാൻ. എൻ്റെ ജീവിതത്തിൽ നോ എന്ന് കേൾക്കാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരാൾ പോലും പ്രോത്സാഹിപ്പിക്കാനില്ല, ഒരാൾ പോലും മുമ്പോട്ട് പോകാനില്ല. എന്നാൽ ഇന്നിവിടെ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പറയാം, എൻ്റെ ചുറ്റും തോമസ് കുട്ടി ബ്രദറും വിശ്വാസം പറയുന്ന കുഞ്ഞവറാച്ചായനും അവരെല്ലാം കൂടെ ഞാൻ ചുറ്റി. ചെറിയ കാര്യങ്ങൾ പറയുന്നവരും ചെറിയ കാര്യങ്ങൾ സംസാരിക്കുന്നവരുടെ കൂട്ട് ഞാൻ വിട്ടു. എന്നെക്കാളും ഉയർന്ന അഭിഷേകമുള്ളവരുടെ കൂടെ ഞാൻ നടക്കാൻ തുടങ്ങി. ഇന്ന് ഓരോ കാര്യം ഞാൻ നോക്കുമ്പോൾ പിന്നീടാണ് തിരുവെഴുത്തിനകത്ത് ഞാൻ വായിക്കാൻ തുടങ്ങി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ സമയം പോരാ. പക്ഷേ ഈ പറഞ്ഞ ഈ ചെറിയ കാര്യങ്ങൾ ഇറ്റ് വിൽ അൺലോക്ക് ദ പവർ ഓഫ് ഗോഡ് ഇൻ ടു യുവർ ലൈഫ്. ദൈവശക്തി നിങ്ങളിൽ അത് തുറന്നു വരും. ഒരു അടഞ്ഞിരിക്കുന്ന ഡാം പൊട്ടിയുന്നത് പോലെ ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, വൻ കാര്യങ്ങൾക്കായി നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ. ഈ ലോകത്തോട് അനുരൂപരായി തീരാതെ നിങ്ങളുടെ മനസ്സ് ദൈവാരൂപനായി സൃഷ്ടിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ട്രാൻസ്ഫോം യുവർ മൈൻഡ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. റിന്യൂ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സ് എന്താണോ അതുപോലെ നിങ്ങളായിത്തീരും. അതിനുവേണ്ടിയാ വിശ്വാസം ദൈവം തന്നിരിക്കുന്നത്. ഡോണ്ട് ലിമിറ്റ് ഗോഡ്. ദൈവത്തെ നിങ്ങൾക്കും എനിക്കും ലിമിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങൾ ഇല്ല, ഞാൻ വിശ്വസിക്കുന്ന ദൈവം ആരാന്ന് തിരിച്ചറിഞ്ഞാൽ
യു നോ ദർ ഈസ് നോ ലിമിറ്റ് അറ്റ് ഓൾ. ഞാൻ വീണ്ടും പറയാം, ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, സ്കൈ ഈസ് ദ ലിമിറ്റ്, ആകാശത്തോളം ഉയരാവുന്ന. പക്ഷെ പുതിയ സൃഷ്ടിക്ക് ആകാശമല്ല ലിമിറ്റ്. സ്വർഗീയ സ്ഥലത്ത് ഇരുത്തിരിക്കുന്നവനാകിയാൽ ഈ ഭൂമിയിലും വാഴും, നിത്യതയുടെ കാഴ്ചപ്പാടും മാറത്തുമില്ല. വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. യേശുവിനെ ഇതുവരെയും സ്വീകരിക്കാത്തവരോട് ഞാൻ പറയാം, ഒരു മതത്തിൻ്റെ ഭാഗമല്ല നിങ്ങൾ തീരുന്നത്. ദൈവം എങ്ങനെയാണോ ആദിയിൽ തൻ്റെ സ്വന്തം സ്വരൂപത്തിൽ വാഴ്ചയ്ക്കായി മനുഷ്യനെ സൃഷ്ടിച്ചത്, ആ വാഴ്ചയുടെ ജീവിതമാണ് മടക്കി ക്രിസ്തു യേശുവിൽ തന്നിരിക്കുന്നത്. കുറ്റാരോപമല്ല, ഞാൻ ഇനിയും ശാപത്തിൻ്റെ കീഴെയാണോ, എന്നെ ആർക്കും വേണ്ട, ആ ചിന്തകളെല്ലാം പൊട്ടിച്ചു കളഞ്ഞ് എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും എന്ന് പറയുന്നത് ആ പുതിയ സൃഷ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. അത് നിങ്ങളാ ചെയ്യേണ്ടത്, വേറെ ആരും നിങ്ങളെ സഹായിക്കത്തില്ല. മറ്റുള്ള സ്ഥാനങ്ങളിലും മറ്റുള്ള ആൾക്കാരിലും ആ തങ്കുബ്രറെ ഒന്ന് പ്രാർത്ഥിക്കണേ, ആ പറച്ചിലൊന്ന് നിർത്തിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചാലും നടക്കുമെന്നുള്ള വിശ്വാസം നിങ്ങളിൽ വരട്ടെ. ആ വിശ്വാസമാണ് യേശു ക്രിസ്തു. അതാ യേശു പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യും, അതിലധികമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ബി വെരി കെയർഫുൾ ഓഫ്. അതുകൊണ്ട് യേശു പറഞ്ഞത്, നിങ്ങൾ കേൾക്കുന്നത് സൂക്ഷിച്ചോണം. കേൾക്കണം എന്ന് പറഞ്ഞാൽ എന്നാൽ ചുറ്റും നിൽക്കുന്നവരെ സൂക്ഷിച്ചോണം. നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന നല്ല മനസാക്ഷി കളയരുത്, വിശ്വാസം കളയരുത്. വൻ കാര്യങ്ങൾക്കായി കർത്താവ് ഒരുക്കട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇന്ന് കുടഞ്ഞെഴുക്കണം, പ്രാർത്ഥിക്കണം. കർത്താവെ, ലോകത്തിൽ ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്ത നിലയിൽ ഒരു കണ്ടുപിടുത്തം, മെഡിസിനകത്ത് ഡോക്ടേഴ്സാണോ, നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവെ, ഇതുവരെയും ലോകത്തിൽ കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ എൻ്റെ അകത്ത് നീ തരണം. കുഞ്ഞുങ്ങളോട് പറയാം, ലോകത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നിലയിൽ എന്നെ കർത്താവെ പുതിയ റിവീൽ ചെയ്യണം. പരിശുദ്ധാത്മാവെ എന്നിൽ ആ കാഴ്ചപ്പാട് കൊണ്ടുവരണം. ആയതിനാൽ ഇന്ന് ദർശനം പുതുക്കട്ടെ. വലിയ കാര്യങ്ങൾക്കാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും അതിശക്തമായ അഭിഷേകം വരട്ടെ. പ്രാർത്ഥിക്കാൻ പോകുക. അപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകും. രോഗികളായിരിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ കാണണം നിങ്ങൾ സൗഖ്യമായത്. ഞാൻ തളർന്ന് കിടക്കുമ്പോൾ, കട്ടിലയിൽ കിടക്കുമ്പോൾ ഞാൻ കാണുമായിരുന്നു. ദൈവവചനത്തിൽ പറയാം, നീ കാണണം, നിന്റെ കാഴ്ചപ്പാട് മാറണം. ഞാൻ കിടക്കുമ്പോൾ ഞാൻ കാണുന്നത് സ്റ്റേഡിയങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നതാ, ഞാൻ ഓടുന്നതാ. ശരീരത്തോട് കൽപ്പിക്കണം, ശരീരത്തോട് പറയണം, ഇല്ല, രോഗം ഇതിനകത്ത് നിൽക്കത്തില്ല. യേശു ക്രൂശിൽ ആ രോഗത്തെ വഹിച്ചത് കണ്ട് കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. 1 പത്രോസ് 2:24 അവൻ്റെ അടിപ്പിണറുകളാൽ സൗഖ്യം ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നാ. തങ്കുബ്രർ പ്രാർത്ഥിക്കുമ്പോഴല്ല ഈ സൗഖ്യം, ക്രൂശിൽ യേശു സൗഖ്യത്തിൻ്റെ വില കൊടുത്തതാ. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കണം, നിങ്ങൾ കാണണം ആ രോഗം, ആ ക്രൂശിലേക്കൊന്ന് കാണണം. ശരീരം സൗഖ്യമായി ഓടുന്നത് കാണണം, പറയണം. നിങ്ങളുടെ ശരീരം നിങ്ങൾ പറയുന്നത് പോലെ തന്നെ കേൾക്കും. അത്ഭുത രോഗസൗഖ്യങ്ങൾ നടക്കും. ഇല്ല, ഇവരും അവരും പറയുന്നത് നമ്മൾ ഒതുക്കരുത്. ഇന്ന് ക്രിസ്തു യേശുവിൽ ഒന്ന് എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, അത്ഭുതങ്ങൾക്കായി വി ആർ ദ കാരിയർ ഓഫ് മിറക്കിൾസ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, നിരുത്സാഹപ്പെടുത്തുന്നവരും വിമർശിക്കുന്നവരും വേണ്ടാത്ത പറയുന്നവരുടെ കൂടെ എത്തിപ്പോയി ഇരിക്കാതെ, അത് കേൾക്കാതെ ദൈവം തന്ന ദർശനത്തെ മുറുകെ പിടിച്ച്, അബ്രഹാമിൻ്റെ ശരീരം ജീർണിച്ച നിൽക്കുന്നത്, ആ സാറയുടെ ഗർഭപാത്രം ചത്തു തീർന്നു എന്ന് പറയുമ്പോഴും വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ തന്നോട് ദൈവം പറഞ്ഞിരിക്കുന്നതെന്ന് ഉറപ്പിൽ താൻ കാത്തിരുന്നു, താൻ ക്ഷമയോടെ കാത്തിരുന്നു, നിവർത്തിക്കുന്നവരെ കാത്തിരുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നു. ഇന്ന് പകൽ കർത്താവെ, ആ ക്ഷമ, ആ ഉത്സാഹം, ആ വിശ്വാസം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും പകരപ്പെട്ടത്. 1 or 2 പ്രാവശ്യം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കുടഞ്ഞെഴുന്നേൽക്കണം. പൗലോസ് പറഞ്ഞ വാക്ക് ഇന്ന് ഓർക്കുക. 1 ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുന്നോട്ട് ഞാൻ ആയാൻ പോകുക. സ്വർഗീയ വിരുന്നിലെ ഓരോരുത്തരും, ഇന്ന് കേൾക്കുന്ന ഓരോരുത്തരും, വിശ്വാസികളായിരിക്കുന്ന ഓരോരുത്തരോടും പറയാം, വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. തന്നെ തന്നെ സൂക്ഷിക്കണം, വിശുദ്ധിയിൽ കാക്കണം എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷി വഷളാക്കരുത്. കാര്യം അത് ആ ചിന്താഗതികളെ മാറ്റുന്നത്. കർത്താവെ, അനുഗ്രഹിക്കുന്ന ദയക്കായി സ്തോത്രം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ്. റിലീസ് യുവർ പവർ, റിലീസ് യുവർ ഹീലിംഗ്, റിലീസ് യുവർ വിഷൻ മൈ ലോർഡ്. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ്, ഞാൻ കണ്ട വലിയൊരു സൈന്യം എഴുന്നേൽക്കുന്ന പോലെ യൗവനക്കാർ കുടഞ്ഞ് എഴുന്നേൽക്കണം. മനോഹരമായ വചനമാണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ പത്രോസ് ഇത്രയും വലിയ രക്ഷയെക്കുറിച്ച് പറഞ്ഞു. രക്ഷ എന്ന് പറയുന്നത് തന്നെ സാഹചര്യത്തിന് മാറ്റം. പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 1 പത്രോസ് 1:13 ഇംഗ്ലീഷിൽ വായിക്കണം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, therefore gird up the loins of your mind. നിങ്ങളുടെ മനസ്സിൻ്റെ ലോയിൻസ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നത് സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ്.
നിങ്ങൾ എന്ത് ചിന്തിക്കുവോ അത് ദൃശ്യമായ ലോകത്തിൽ സൃഷ്ടിക്കാനുള്ള കഴിവ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ആ ചിന്ത വിശുദ്ധമായിരിക്കണമെന്ന് എഴുതിയിരിക്കുന്നത്. വിശുദ്ധം എന്ന് പറയുമ്പോൾ ആ ചിന്ത ദൈവികമായിരിക്കണം, ദൈവത്തിൻ്റെ ജ്ഞാനത്തിലായിരിക്കണം, ദൈവത്തിൻ്റെ മനസ്സുള്ളവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് പ്രയോജനമാകും.